ശബരിമലയുടെ പേരിലുള്ള തട്ടിപ്പുകൾ പലതരത്തിലാണ്. മുൻപ് വഴിപാട് നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ ഇടനിലക്കാരൻ സന്നിധാനത്തുണ്ടായിരുന്നു. മറുനാട്ടിലെ അയ്യപ്പ ഭക്തന്മാരെയാണ് ഇയാൾ കെണിയിലാക്കിയിരുന്നത്. 20 വർഷത്തോളം സന്നിധാനത്തെ പൊതുമരാമത്ത് ക്യാമ്പ് ഷെഡിലെ സ്ഥിര താമസക്കാരനായിരുന്നു തട്ടിപ്പുകാരൻ. ഇതുവഴി വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയാണ് വഴിപാട് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. സ്വർണ്ണപ്പാളി തട്ടിപ്പ് വീരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപ് മറ്റു ചില തട്ടിപ്പുകാർ ശബരിമലയിലുണ്ടായിരുന്നു. ഒരു മിനി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെ വിശേഷിപ്പിക്കാം കടപ്പൻ മണികണ്ഠനെ. വഴിപാട് തട്ടിപ്പായിരുന്നു പ്രധാനം. സ്വർണ്ണപ്പാളി തട്ടിപ്പ് പോലെ കടപ്പൻ മണികണ്ഠനെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയ തട്ടിപ്പുകാരനായി ഈ കടപ്പൻ മണികണ്ഠനും മാറിയാനെ. ഇനി എന്താണ് ആ തട്ടിപ്പെന്നല്ലേ, അതിലേക്ക് വരാം. രണ്ട് വർഷം മുൻപ് വരെ ശബരിമലയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു കടപ്പൻ മണികണ്ഠൻ. തമിഴ്നാട് സ്വദേശിയാണ്. PWDയുടെ ക്യാമ്പ് ഷെഡിലാണ് സ്ഥിരവാസം. PWD ഉദ്യോഗസ്ഥരുടെ കൂടി അറിവോടുകൂടിയായിരുന്നു ഇയാൾ ഇത്രയും കാലം അവിടെ കഴിഞ്ഞു പോന്നിരുന്നത്. പ്രധാന പരിപാടി ഇടനിലക്കാരൻ്റെതാണ്. വഴിപാടിൻ്റെ പേരിൽ പണം തട്ടലായിരുന്നു പരിപാടി. ഈ തട്ടിപ്പ് പുറത്തു വരുന്നത് ചെന്നൈ സ്വദേശിയായ ഗോപിനാഥൻ എന്ന അയ്യപ്പ വിശ്വാസിയിൽ നിന്ന് വഴിപാടിൻ്റെ പേരിൽ വലിയ തുക കൈപ്പറ്റിയപ്പോഴാണ്. കളഭാഭിഷേകത്തിനും തങ്കിയങ്കി ചാർത്തലിനുമായി 1,60,000 രൂപയാണ് ഈ കടപ്പൻ മണികണ്ഠൻ ഈ ഗോപിനാഥിൽ നിന്ന് വാങ്ങിയത്. അതിന് റെസീറ്റും വാട്സപ്പ് വഴി അയച്ചു കൊടുത്തു. മറ്റൊരാളുടെ വഴിപാടിൻ്റെ രസീതാണ് ഈ വ്യക്തിക്ക് കടപ്പൻ മണികണ്ഠൻ അയച്ചു കൊടുക്കുന്നത്. ഇയാളുടെ രീതി എന്നത് ഒരുപാട് പേരിൽ നിന്ന് പല വഴിപാടുകളുടെ പേരിൽ പണം വാങ്ങും. 1-2 രസീതുകൾ എഴുതും. അത് പലർക്കായി അയച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ വഴിപാട് നടത്തിയതിൻ്റെ ഫോട്ടോകളും അവർക്ക് കൈമാറും. യഥാർത്ഥത്തിൽ ഇവരുടെ ആരുടെയും പേരിൽ അവിടെ വഴിപാട് നടത്താറില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1,60,000 രൂപയാണ് കളഭാഭിഷേകത്തിനും തങ്ക അങ്കി ചാർത്തലിനുമായി ഇയാൾ ചെന്നൈയിലെ അയ്യപ്പ വിശ്വാസിയിൽ നിന്ന് വാങ്ങിയത്. യഥാർത്ഥത്തിൽ ആ 2 വഴിപാടുകളും ചേർത്ത് നടത്താൻ 55,000 രൂപയെ വേണ്ടിവരും. അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ വലിയ ഇടപെടലുകളുണ്ടായി. അങ്ങനെ പമ്പ പോലീസ് 2023 മണികണ്ഠനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. കോയമ്പത്തൂരിനടുത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു. വിശദമായ അന്വേഷണം നടത്തി. കടപ്പൻ മണികണ്ഠൻ എന്നത് ശബരിമലയിലെ പല തട്ടിപ്പുകാരിൽ ഒരാൾ മാത്രമാണ്. പ്രധാനമായും മറുനാട്ടുകാരായ അയ്യപ്പ വിശ്വാസികളെയാണ് ഈ കടപ്പൻ മണികണ്ഠൻ ഇത്തരത്തിൽ തട്ടിച്ചുകൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ ഇതുവഴി സമ്പാദിക്കുകയും ചെയ്തത്. ഈ സംഭവങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ഇടപെട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. ശബരിമലയിലെ എല്ലാ വഴിപാടുകളുടെയും നിരക്കുകൾ ഓൺലൈനായി പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതോടൊപ്പം തന്നെ ഓൺലൈനായി ഒരാൾക്ക് വഴിപാട് ബുക്ക് ചെയ്യുന്നതിനുള്ള അവസരവും കൈവന്നു. ശബരിമലയിലെ ഓരോ തട്ടിപ്പുകളുടെയും കാര്യത്തിൽ ഈ കടപ്പൻ മണികണ്ഠനൊക്കെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. കൊച്ചിയിൽ നിന്നും ബിനു തോമസിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.